Consider the statement P of n. P of n is 1 plus 3 plus 3 square plus etc. plus 3 raised to n minus 1 is equal to 3 raised to n minus 1 by 2. First problem, check whether P of 1 is true. P of 1 നോക്കിയ left hand side 1 ആണ്, right side 3 raised to 1 minus 1 by 2, that is 2 by 2 1 എന്ന് കിട്ടും. Left hand side right hand side same ആണ്, therefore P of 1 is true. P of 1 true ആണ്. Okay. Now the second part, if P of k is true, assume that P of k is true. P of k true ആണെന്ന് assume ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് P of k എൻ്റെ സ്ഥാനത്ത് k എഴുതിയാൽ 1 plus 3 plus 3 square plus etc. plus 3 raised to k minus 1 ൻ്റെ വാല്യൂ 3 raised to k minus 1 by 2 എന്നാണ്. Now to show that, ഇത് നമ്മൾ നേരത്തെ ഒരു 5 raised to k ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെയാണ്, നമ്പർ മാറ്റുന്നതേ ഉള്ളൂ. 1 plus 3 plus 3 square plus etc. ഇവിടെ 5 raised to k plus 1 minus 1, 5 അല്ല സോറി 3 raised to k plus 1 minus 1 എന്ന് പറയുമ്പോൾ 3 raised to k എന്നാവും, that is 3 raised to k plus 1 minus 1 by 2. ഓക്കെ, ഇവിടെ k plus 1 കൊടുക്കുമ്പോൾ k plus 1 minus 1 k ആവും, ഇവിടെ k plus 1 കൊടുക്കുക, അപ്പോൾ 3 raised to k plus 1 minus 1 by 2. That is we have to prove. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് 1 plus 3 plus 3 square plus etc. ലാസ്റ്റ് ടേം 3 raised to k ആണ്, അതിന് തൊട്ട് മുമ്പുള്ള ടേം 3 raised to k minus 1 ആണ്. ഇത് ബൈ യുവർ അസംഷൻ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 raised to k minus 1 by 2 plus 3 raised to k. അപ്പോൾ ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 raised to k minus 1 plus 2 into 3 raised to k by 2 now. Okay, that is equal to ഇത് 2 3 raised to k ഇവിടെ ഒരു 3 raised to k ഇവിടെ ആകുമ്പോൾ 3 into 3 raised to k minus 1 by 2 now. 3 എന്ന് പറഞ്ഞാൽ 3 raised to 1 ആണ്, that is 3 raised to k plus 1 minus 1 by 2, that is the right hand side. Okay, therefore P of k plus 1 is true. P of k plus 1 true ആണ്. Hence by PMI, hence by principle of mathematical induction, P of n is true for all natural number. Okay, next one, the sum of the cubes of first 10 natural numbers ആണ്. Sum of the cubes of first 10 natural numbers. P of n is 1 cube plus 2 cube plus 3 cube plus etc. plus n cube equal to n into n plus 1 by 2 the whole square എന്നാണ്. Okay, the first part is verify the result for n is equal to 2. അപ്പോൾ P of 2 ആണ്. P of 2 ഇതൊരു സം ഓഫ് ദി ക്യൂബ്സ് ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഫസ്റ്റ് 2 നാച്ചുറൽ നമ്പർ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് ഈക്വൽ ടു ഇത് 2 ഇൻറ്റു 2 പ്ലസ് 1 ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്നാവും. ഓക്കെ, ഇത് 2 കട്ടാവും, 8 പ്ലസ് 1 9, റൈറ്റ് സൈഡും 9 എന്ന് കിട്ടും. therefore P of 2 is true. Okay, ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട്, പ്രൂവ് ദ സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോൾ അസ്യൂം P of k is true. P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ P of k എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എഴുതാം 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ക്യൂബിൻ്റെ വാല്യൂ, സോറി n അല്ല k ക്യൂബിൻ്റെ വാല്യൂ k ഇൻറ്റു k പ്ലസ് 1 ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്നാണ്.
Okay, now to show that prove ചെയ്യേണ്ടത് p of k plus 1 ആണ്. എന്താവും 1 cube plus 2 cube plus etc plus k plus 1 ൻ്റെ ക്യൂബ്. ഇത് കിട്ടണം k plus 1 into k plus 1 into k plus 1 plus 1 k plus 2 by 2 the whole square ഇങ്ങനെ കിട്ടണം. ഓക്കെ, അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്താൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു 1 cube plus 2 cube plus etc. ലാസ്റ്റ് ടേം k plus 1 ക്യൂബാണ്, അതിന് മുമ്പ് k ക്യൂബ് ഉണ്ടാവും, അതുകൂടി എഴുതാം. അപ്പോൾ ഇത് നമ്മുടെ അസംഷനാണ്. ഇതിൻ്റെ വാല്യൂ k ഇൻറ്റു k plus 1 by 2 the whole square എന്നാണ്. ഓക്കെ, പ്ലസ് k plus 1 the whole cube എന്ന് കിട്ടും. That is equal to, ഇത് ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ k square into k plus 1 square by 4 plus k plus 1 ക്യൂബ് എന്നാണ്. നമുക്ക് k plus 1 സ്ക്വയർ കോമൺ ഫാക്ടർ ആക്കാം. k plus 1 സ്ക്വയർ കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ k സ്ക്വയർ ബൈ 4ഉം ഇവിടെ ഒരു k plus 1ഉം ആവും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു k plus 1 സ്ക്വയർ ഇൻറ്റു ഇത് k സ്ക്വയർ പ്ലസ് ഈ 4 കൊണ്ട് ഈ രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4k plus 4 by 4 എന്നാവും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു k plus 1 സ്ക്വയർ ഇൻറ്റു ഇത് k plus 2 സ്ക്വയർ ബൈ 4 എന്നാവും. അപ്പോൾ ഇതിനെ നമുക്ക് k plus 1 ഇൻറ്റു k plus 2 by 2 the whole square എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ RHS. Therefore p of k plus 1 is true. Therefore p of k plus 1 is true. Hence by PMI, hence by principle of mathematical induction, p of n is true for all natural number. Okay. p of n is 1 into 2 plus 2 into 3 plus 3 into 4 plus നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ച പ്രോബ്ലമാണ്, അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ p of n is 3 raised to 2n plus 2 minus 8n minus 9 is divisible by 8. Divisible by 8. Okay. Verify the statement for n is equal to 1. So p of 1. What is p of 1? 3 raised to 2 into 1 plus 2 minus 8 into 1 minus 9 is divisible by 8. That is 3 raised to 4. 3 raised to 4 is 81. 81 minus 8 minus 9 is divisible by 8. That is 64 is divisible by 8. Therefore p of 1 is true. p of 1 is true. Okay. Next, assume that induction ഉപയോഗിച്ച് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം assume ചെയ്യുക. Assume that p of k is true. Assume that p of k is true. p of k true ആണെന്ന് assume ചെയ്താൽ p of k എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. 3 raised to 2k plus 2 minus 8k minus 9 is divisible by 8. Okay. അടുത്തത് to show that p of k plus 1 3 raised to 2 into k plus 1 plus 2 minus 8 into k plus 1 minus 9 is divisible by 8. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനകത്ത് സിംപ്ലിഫൈ നോക്കാം. 3 raised to 3 raised to 2k plus 2
പ്ലസ് 2 എന്നാണ് അല്ലേ. മൈനസ് 8 ഇൻറ്റു മൈനസ് 8k മൈനസ് 8 മൈനസ് 9. സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. ഇത് ഇങ്ങനെ ചെയ്യണം. 3/2k പ്ലസ് 2 ഇതിങ്ങനെ ഇതിനൊറ്റ ടേമായിട്ട് വിചാരിക്കുകയാണ്. അപ്പോൾ a/m പ്ലസ് n a/m പ്ലസ് n ഫോമാണ്. അപ്പോൾ 3/2k പ്ലസ് 2 ഇൻറ്റു 3/2 മൈനസ് 8k മൈനസ് 9 ആദ്യം എഴുതും, മൈനസ് 8 രണ്ടാമത് എഴുതും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 9 ആണ്. ഓക്കെ, അപ്പോൾ 3/2k പ്ലസ് 2 9 എണ്ണം ഉണ്ട്. 9 ഇൻറ്റു 3/2k പ്ലസ് 2 മൈനസ് 8k മൈനസ് 9 മൈനസ് 8. ഓക്കെ, ഈ 3k പ്ലസ് 2 3/2k പ്ലസ് 2 9 എണ്ണം ഉണ്ട്. അത് ഞാൻ 8 എണ്ണം അങ്ങനെ മാറ്റുകയാണ്. 8 3/2k പ്ലസ് 2 പ്ലസ് ഒരു 3/2k പ്ലസ് 2 അപ്പോൾ 9 എണ്ണമായി. മൈനസ് 8k മൈനസ് 9 മൈനസ് 8k മൈനസ് 9 മൈനസ് 8 ആണ്. അപ്പോൾ ഇത് നമ്മുടെ അസംഷനാണ്. എന്താണ്? 3/2k പ്ലസ് ഇത് നമ്മുടെ അസംഷനാണ്. അപ്പോൾ അത് ഒറ്റ ടേമായിട്ട് നമുക്കത് മാറ്റാം. 3/2k പ്ലസ് 2 മൈനസ് 8k മൈനസ് 9. ഈ രണ്ടെണ്ണത്തിൽ 8 കോമൺ ആണ്. പ്ലസ് 8 ഇൻറ്റു 3/2k പ്ലസ് 2 മൈനസ് 1 എന്ന് കിട്ടും. ഇത് ബൈ യുവർ അസംഷൻ ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 8 ആണ്. ഇവിടെ 8ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ വിച്ച് ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 8 ആണ്. Therefore P of k plus 1 is true. Hence by PMI P of n is true for all natural number. Okay. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞ ഒരു പ്രോബ്ലമാണ്. സം ഓഫ് ദി ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് P of n is the statement 1/2 plus 1/4 plus 1/8 plus etc. plus 1/2 raised to n is equal to 1 minus 1/2 raised to n. P of 1. Okay, P n is equal to 1 is ഈ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനാദ്യം എന്നിന് 1 കൊടുത്താൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1/2 എന്ന് മാത്രമാവും. റൈറ്റ് ഹാൻഡ് സൈഡ് 1 minus 1/2 raised to 1, that is 1 minus 1/2 1/2 തന്നെ കിട്ടും. Therefore P of 1 is true. P of 1 ട്രൂ ആണ്. അടുത്ത അസംഷൻ ആണ് assume that P of k is true. P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ P of k എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. 1/2 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര പ്ലസ് 1/2 raised to k എന്ന് പറയുന്നത് 1 minus 1/2 raised to k എന്നാണ്. Now to show that P of k plus 1 പ്രൂവ് ചെയ്യാം. അത് 1/2 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര പ്ലസ് 1/2 raised to k plus 1 ൻ്റെ വാല്യൂ 1 minus 1/2 raised to k plus 1 എന്ന് പ്രൂവ് ചെയ്യണം. അതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക. LHS ഈക്വൽ ടു 1/2 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര പ്ലസ് 1 ലാസ്റ്റ് ടേം 1/2 raised to k plus 1 ആണ്. അതിന് തൊട്ട് മുമ്പ് ഒരു ടേം 1/2 raised to k എഴുതും. ഇത് നമ്മുടെ അസംഷനാണ്. അസംഷൻ്റെ വാല്യൂ 1 minus 1/2 raised to k എന്നാണ്. പ്ലസ് ലാസ്റ്റ് ടേം 1/2 raised to k plus 1 എന്നാണ്. ഓക്കെ, ദാറ്റ് ഈസ് 1 minus 1/2 raised to k പ്ലസ് 1/2 raised to k plus 1 2 raised to k into 2 എന്നാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇവിടെ 1/2 raised to k രണ്ടിലും ഉണ്ട്. മൈനസ് ഓഫ് 1/2 raised to k പുറത്തേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ 1ഉം വരും, ഇവിടെ മൈനസ് 1/2 വരും.
ഇതകത്തേക്കൊന്ന് മൾട്ടിപ്ലൈ നോക്കിയാൽ അറിയാൻ പറ്റും. -1/2 റേസ് ടു കെ ഇൻറ്റു 1 -1/2 റേസ് ടു കെയും മൈനസ് ഇത് മൈനസ് ആകുമ്പോൾ ഇത് പ്ലസ് ആവും 2 റേസ് ടു കെ ഇൻറ്റു 2 അതിവിടെ വരും 2 റേസ് ടു കെ ഇൻറ്റു 2 ദാറ്റ്സ് ഈക്വൽ ടു 1 - 1/2 റേസ് ടു കെ ഇൻറ്റു 1 - 1/2 1/2 ആണ്. അപ്പോൾ 2 റേസ് ടു കെ ഇൻറ്റു 2 എന്നായിട്ട് മാറും. ദാറ്റ് ഈസ് 1 - 1/2 റേസ് ടു കെ ഇൻറ്റു 2 റേസ് ടു 1 2 റേസ് ടു കെ പ്ലസ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. ഓക്കെ, therefore P of k plus 1 is true. P of k plus 1 is true. Hence by PMI, hence by principle of mathematical induction, P of n is true for all natural number. Okay. ഇത് വീണ്ടും ചോദിച്ചു. അപ്പോൾ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയുക. നമ്മളിപ്പോൾ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ് ഇത്. നമ്മൾ ചെയ്തതാണ് 7 റേസ് ടു n - 3 റേസ് ടു n ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് പറയുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. അടുത്ത് നോക്കുക. കൺസിഡർ ദി സ്റ്റേറ്റ്മെൻറ്റ് P of n. P of n ഈസ് a plus ar plus ar square plus etc. ഓക്കെ, P of n. P of n is the statement a plus ar plus ar square plus etc. plus ar raised to n minus 1 is equal to a into r raised to n minus 1 by r minus 1. Sum of a GP ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഒന്നാമത്തത് P of 1 ട്രൂ ആണെന്ന്. P of 1 കൊടുത്താൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ a മാത്രം, റൈറ്റ് സൈഡിൽ r-ന് 1 കൊടുത്താൽ n-ന് 1 കൊടുത്താൽ a ഇൻറ്റു r raised to 1 minus 1 by r minus 1. r minus 1 ക്യാൻസൽ ആവും, is equal to a എന്ന് കിട്ടും. Therefore P of 1 is true. P of 1 is true എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് രണ്ടാമത്തത് ഇത് പ്രൂവ് ചെയ്യാനായിട്ടാണ്. അതിന് assume that P of k is true. Assume that P of k is true. P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ P of kയുടെ വാല്യൂ എന്ത് കിട്ടും? a പ്ലസ് ar പ്ലസ് ar സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ar റൈസ് ടു n മൈനസ് 1ൻ്റെ വാല്യൂ, എന്നല്ല k മൈനസ് 1ൻ്റെ വാല്യൂ a ഇൻറ്റു r റൈസ് ടു k മൈനസ് 1 ബൈ r മൈനസ് 1 എന്ന് കിട്ടും. Now to show that P of k plus 1 പ്രൂവ് ചെയ്യണം. എന്ത് കിട്ടും? a പ്ലസ് ar പ്ലസ് ar സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ar റൈസ് ടു k പ്ലസ് 1 മൈനസ് 1, അത് k ആവും, ഇസ് ഈക്വൽ ടു a ഇൻറ്റു r റൈസ് ടു k പ്ലസ് 1 മൈനസ് 1 ബൈ r മൈനസ് 1. Now ലെഫ്റ്റ് ഹാൻഡ് സൈഡ് a പ്ലസ് ar പ്ലസ് എക്സെട്ര, ലാസ്റ്റ് ടേം ar റൈസ് ടു k ആണ്, അതിന് മുമ്പ് ar റൈസ് ടു k മൈനസ് 1 ഉണ്ട്. ഇത് നമ്മുടെ അസംഷനാണ്. അതിൻ്റെ വാല്യൂ a ഇൻറ്റു r റൈസ് ടു k മൈനസ് 1 ബൈ r മൈനസ് 1 എന്നാവും. ഇവിടെ a r റൈസ് ടു k എന്ന് കിട്ടും. ഇത് രണ്ടിലും a കോമൺ ഫാക്ടറാണ്. a മാറ്റിയാൽ ഇവിടെ r റൈസ് ടു k മൈനസ് 1 പ്ലസ് ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ആണ്. എന്ത് കിട്ടും? r റൈസ് ടു k ഇൻറ്റു r മൈനസ് 1 ബൈ r മൈനസ് 1 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു r റൈസ് ടു k മൈനസ് 1 പ്ലസ് r റൈസ് ടു k ഇൻറ്റു r എന്ന് പറഞ്ഞാൽ r റൈസ് ടു k പ്ലസ് 1 മൈനസ് r റൈസ് ടു k ബൈ r മൈനസ് 1. അതിൽ r റൈസ് ടു k ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു r റൈസ് ടു k പ്ലസ് 1 മൈനസ് 1 ബൈ r മൈനസ് 1 കിട്ടും. ദാറ്റ് ഈസ് RHS. ഓക്കെ, therefore P of k plus 1 is true. Therefore P of k plus 1 is true. Hence by PMI, P of n is true for all natural number. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ് സാധാരണ ചോദിക്കുന്നത്. ഒരു 4 മാർക്കിന് ഒരു പ്രോബ്ലം, ഒറ്റ പ്രോബ്ലമാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു പ്രോബ്ലം നമുക്ക് മിസ്സാവില്ല, തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ്
consider the statement P of n is എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് 10 raised to 2n minus 1 plus 1 is divisible by 11 എന്നാണ്. is divisible by 11. Verify that P of 1 true ആണോ. P of 1 എന്ത് നോക്കാം. 10 raised to 2 into 1 minus 1 plus 1 എന്നാണ്. is divisible by 11. That is 10 raised to 2 minus 1. That is 10 raised to 1 plus 1. 10 raised to 1 എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. That is 11 is divisible by 11 എന്ന് കിട്ടും. Therefore P of 1 true ആണ്. P of 1 is true എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് assume that P of k is true. assume that P of k is true. P of k true ആണെന്ന് assume ചെയ്യുക. അപ്പോൾ നമുക്ക് P of k എഴുതാം. ഇത് 10 raised to 2k minus 1 plus 1 is divisible by 11. P of k. To show that P of k plus 1, എന്താണ് P of k plus 1? 10 raised to 2 into k plus 1, 2k minus 1 plus 1 is divisible by 11. ഈ k മാറ്റി k plus 1 കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് divisible by 11 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ എടുത്ത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 10 raised to 2 into k plus 1 minus 1 plus 1 is equal to 10 raised to ഇത് 2k plus 2 minus 1 plus 1 എന്നാവും. ഞാനത് സിംപ്ലിഫൈ ചെയ്യുന്നില്ല, ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുവാണ്. 10 raised to 2k minus 1 plus 2 എന്ന് എഴുതുവാണ് ഇങ്ങനെ. ഓക്കെ, ഇത് 2k plus 1 എഴുതുന്നില്ല, ഇങ്ങനെ ഈ മൈനസ് 1 ഇവിടെ 2k, കാരണം നമ്മുടെ അസംഷൻ ഇതാണ്. അസംഷൻ 10 raised to 2k minus 1 എന്ന് പറയുന്നത് x plus 1 divisible by 11. അപ്പോൾ അത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് a raised to m plus n ഫോമാണ്. a raised to m എന്ന് പറയുന്ന ബ്രാക്കറ്റും n എന്ന് പറയുന്ന n ആണ്, 2 ആണ്. അപ്പോൾ 10 raised to m plus n ഫോമാണ്. അപ്പോൾ അത് 10 raised to 2k minus 1 into 10 raised to 2 എന്നാവും plus 1. ഓക്കെ, 10 raised to എന്ന് പറഞ്ഞാൽ 100 ആണ് അല്ലേ. 100 ടൈംസ് ഉണ്ട് 10 raised to 2k minus 1, പിന്നെ ഒരു plus 1 ഉണ്ട്. ഈ 100 ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. 99 10 raised to 2k minus 1ഉം പിന്നെ ഒരു 10 raised to 2k minus 1ഉം plus 1. ഇത് divisible by 11 ആണ്. ഈ 99 ഉള്ളതുകൊണ്ട് this is divisible by 11 by your assumption. Therefore which is divisible by 11. Okay, therefore P of k plus 1 is true. Hence by PMI, hence by principle of mathematical induction, P of n is true for all natural number. N belongs to n. Okay.